അന്ന് ഡിസംബർ 20, 2013 മുംബൈ, മഹാരാഷ്ട്ര. 23 വയസ്സുള്ള എസ്തർ അനഹിയ തൻ്റെ ട്രെയിനായിട്ട് കാത്തു നിൽക്കുകയാണ് മുംബൈയിൽ തന്നെ പ്രശസ്തമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ. അടുത്ത കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ആ ട്രെയിൻ അവിടെ വന്നെത്തി. അനഹിയ 1ാം ക്ലാസ് കമ്പാർട്ട്മെന്റ് അന്വേഷിച്ച് അവളുടെ ബർത്തിൽ കയറി ഇരുന്നു. കൂടാതെ ജനാലിലൂടെ പുറത്തേക്ക് നോക്കി അവൾ സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല കുറേയധികം ചിന്തകളും അവൾക്ക് വരുന്നുണ്ട്. കാരണം അവൾ ഇപ്പോൾ ആലോചിക്കുന്നത് അവളുടെ കുടുംബത്തെക്കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത്. അവൾ അന്ധേരി ഈസ്റ്റ് ഏരിയയിലെ ഒരു കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുകയാണ്. ക്രിസ്മസും പുതുവത്സരവും ആഘോഷിക്കാൻ 2 ആഴ്ചത്തെ ലീവ് ഇപ്പോൾ അനഹിയയ്ക്ക് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവൾ ആന്ധ്രയിലുള്ള മച്ചിലിപട്ടണത്തിലേക്ക്, തൻ്റെ സ്വന്തം നാട്ടിലേക്ക് അവൾ ലീവിന് പോകുന്നത്. 18 മണിക്കൂർ നീണ്ട യാത്ര ചെയ്തിട്ടും ഒരു തളർച്ചയുമില്ലാതെയും അവൾ വീട്ടിലേക്ക് പോയി. അവൾ സന്തോഷത്തോടെ സ്വീകരിച്ചു അവളുടെ അച്ഛനും അമ്മയും സഹോദരനും സഹോദരിയും. അതിനുശേഷം അവൾ പ്ലാൻ ചെയ്തതുപോലെ ഓരോന്നും ആഘോഷിക്കാൻ, സന്തോഷത്തോടെ ആഘോഷിക്കാൻ അവൾ തുടങ്ങി. അവൾ പോയിട്ട് അവളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കണ്ടു. കുടുംബത്തോടൊപ്പം കടൽ തീരത്ത് പോയിട്ട് സമയം ചിലവഴിച്ചു. കുടുംബത്തോടൊപ്പം സിനിമ കാണാൻ പോയി. അവളുടെ 2 ആഴ്ചത്തെ ലീവ് ഇപ്പോൾ എങ്ങനെയാണ് പോയതെന്ന് പോലും അവൾ മറന്നുപോയി. പിന്നീട് ലീവ് കഴിഞ്ഞതുകൊണ്ട് തന്നെ മുംബൈയിലേക്ക് തിരിച്ചു പോകാൻ അവൾ തീരുമാനിച്ചു. പക്ഷേ അവളെ കുടുംബത്തെ വിട്ടു പോകാൻ അവൾക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ തിരിച്ചു മടങ്ങണം, ജോലി ചെയ്യണം, സമ്പാദിക്കണം എന്നുള്ളൊരു ചിന്താഗതി അനഹിയയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ അവൾ എല്ലാവരോടും ടാറ്റ പറഞ്ഞ് ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അടുത്ത ട്രെയിൻ, മുംബൈ ട്രെയിൻ കയറുകയാണ്. അവൾക്ക് മാത്രമായിരുന്നില്ല ആ വേദന ഉണ്ടായിരുന്നത്. അവളെ മുംബൈയിലേക്ക് പറഞ്ഞയച്ച ആ പേരൻസിനും അവളെ പറഞ്ഞയക്കുന്നതിൽ വിഷമമായിരുന്നു. ക്രിസ്മസും ന്യൂ ഇയറും എല്ലാം ആഘോഷിച്ച് സന്തോഷത്തോടെ ആ കുടുംബത്തോടൊപ്പം ആഘോഷിച്ച ആ കുട്ടിയെ ഇനി ഈ പേരൻസ് ജീവനോടെ കാണില്ല എന്ന് ആ പേരൻസിന്, ആ പാവപ്പെട്ട പേരൻസിന് അറിയില്ലായിരുന്നു. ഇനി ആ പെൺകുട്ടിയില്ലാതെ ഇനിയുള്ള കാലം മുഴുവനും ഇവർ ആ ഒരു വേദന തിന്നുകൊണ്ട് ജീവിക്കണമെന്നും ആ ഒരു പേരൻസിന് അറിയില്ലായിരുന്നു. അന്ന് ആ 23 വയസ്സുള്ള പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത്? ഈ വീഡിയോ തീർച്ചയായിട്ടും സ്ത്രീകൾ കാണേണ്ട വീഡിയോ ആണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്കറിയാവുന്ന എല്ലാ സ്ത്രീകൾക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. കാരണം ചില സാഹചര്യങ്ങളിൽ ഈ വീഡിയോ അവർക്ക് ഉപകാരപ്പെട്ടേക്കാം. 2013 ഗൗരവമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ അക്ബർ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദി ട്രൂ ഫയൽസ്. വെൽക്കം ബാക്ക്. ഇപ്പോൾ ജനുവരി 5 രാവിലെ അനഹിയ മുംബൈയിലെത്തിയോ എന്നറിയാൻ വേണ്ടിയിട്ട് അനഹിയയുടെ അച്ഛൻ അനഹിയയ്ക്ക് കോൾ ചെയ്യുകയാണ്. പക്ഷെ അവളുടെ ഫോണ് സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. അവളുടെ മൊബൈലിൽ ചാർജ് തീർന്നത് കൊണ്ടായിരിക്കും സ്വിച്ച് ഓഫ് ആയത്. കുഴപ്പമില്ല, അവൾ അവിടെ എത്തിയിട്ട് അവൾ എന്നെ തിരിച്ചു വിളിക്കുമെന്ന് അയാൾ ചിന്തിക്കുകയാണ്. പക്ഷേ ഉച്ചവരായിട്ടും മൊബൈൽ ഫോൺ ഓഫായതിനാൽ അയാൾ ഭയപ്പെടാൻ ആരംഭിക്കുകയാണ്. ഉടൻ തന്നെ അനഹിയ താമസിച്ചിരുന്ന അന്ധേരി വെസ്റ്റിലെ ലേഡീസ് ഹോസ്റ്റലിൽ അനഹിയയുടെ അച്ഛൻ വിളിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ലേഡി ഇൻചാർജ് പറയുകയാണ്, അവൾ ഇതുവരെ വന്നിട്ടില്ലല്ലോ സാർ എന്ന്. എല്ലാ മാതാപിതാക്കളും കേൾക്കാൻ വെറുക്കുന്നതും ഭയപ്പെടുന്നതുമായ കാര്യമാണ് ആ ഇൻചാർജ് അദ്ദേഹത്തോട് പറഞ്ഞത്. അവൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല എന്ന്. ഇത് കേട്ടതും അദ്ദേഹം ഒന്നും കൂടി ഭയപ്പെടുകയാണ്. അപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛൻ ആ ലേഡി ഇൻചാർജിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അവൾ എത്തേണ്ട സമയമായല്ലോ, ഇതുവരെ എന്താ എത്താത്തത് എന്ന് പറഞ്ഞിട്ട് അയാൾ വിഷമിക്കുകയാണ്. അപ്പോൾ ആ ലേഡി ഇൻചാർജ്, സാർ ഒരു നിമിഷം, ഞാൻ അനഹിയ ജോലി ചെയ്യുന്ന കമ്പനിയിലേക്ക് ഒന്ന് വിളിച്ചു നോക്കട്ടെ, ഇവിടെ വരാതെ നേരെ അവിടെ പോയി ജോലി ചെയ്യുകയായിരിക്കും, ഞാനൊന്ന് അന്വേഷിച്ചിട്ട് സാറിനെ തിരിച്ചു വിളിക്കാമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ട് ആ ലേഡി ഇൻചാർജ് ഫോൺ കോൾ കട്ട് ചെയ്യുകയാണ്. പക്ഷെ കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ആ ലേഡി ഇൻചാർജ് അനഹിയയുടെ അച്ഛനെ വിളിക്കുകയാണ്. എന്നിട്ട് അവൾ ജോലിക്ക് പോയിട്ടില്ല എന്ന് പറയുകയാണ്. ഇത് കേട്ടതും അനഹിയയുടെ അച്ഛൻ ഞെട്ടിപ്പോയി തരിച്ചു നിൽക്കുകയാണ്. അവൾ ഹോസ്റ്റലിൽ വന്നിട്ടില്ല, ജോലിക്ക് പോയിട്ടില്ല, അപ്പോൾ അവൾ എവിടേക്കാണ് പോയത്? അപ്പോൾ ആ ഹോസ്റ്റൽ ഇൻചാർജ് ലേഡി പറഞ്ഞു, ട്രെയിൻ വൈകിയോ എന്ന് പരിശോധിക്കാമെന്ന്. പക്ഷേ റെയിൽവേ ഹെൽപ്പ് ലൈൻ വിളിച്ചപ്പോൾ ട്രെയിൻ പുലർച്ചെ മുംബൈയിലെത്തിയതായി അറിഞ്ഞു. അതേസമയം അവളുടെ അച്ഛൻ അവളുടെ സഹപ്രവർത്തകയെ വിളിച്ച് അന്വേഷിക്കുകയാണ്. അവരും പറഞ്ഞു അവർ അവളെ കാണുകയോ വിളിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. അങ്ങനെ അച്ഛൻ ഭയന്ന് ഹോസ്റ്റൽ ഇൻചാർജിനെ വിളിച്ചു തകർന്ന ശബ്ദത്തോടെ. ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അതിന് ആ ഹോസ്റ്റൽ ഇൻചാർജ് എത്രയും പെട്ടെന്ന് നമ്മൾക്ക് പോലീസിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാമെന്ന് അനഹിയയുടെ അച്ഛനോട് പറയുകയാണ്. ഉടൻ തന്നെ നിങ്ങൾ മുംബൈയിലേക്ക് വരാൻ ആ ഹോസ്റ്റൽ ഇൻചാർജ് ആവശ്യപ്പെട്ടു.
അതിനുശേഷം അവളുടെ അച്ഛൻ വീട്ടുകാരോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. ഇത് കേട്ട് അനുഹയുടെ അമ്മ കരയാൻ തുടങ്ങി. അനുഹയ്ക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് തന്റെ ഭാര്യയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അനുഹയുടെ അച്ഛൻ. എന്നിട്ട് അനുഹയുടെ അച്ഛനും അമ്മയും കൂടെ ഒരു ബന്ധുവിനെയും കൂട്ടി ഫ്ലൈറ്റിൽ അവർ മുംബൈയിലേക്ക് യാത്രയായി. അവർ യാത്ര ചെയ്യുമ്പോൾ അവരുടെ മനസ്സ് സങ്കടത്താൽ നിറഞ്ഞിരിക്കുകയായിരുന്നു. മുംബൈയിലെത്തിയ ഇവർ നേരെ ഹോസ്റ്റൽ ഇൻചാർജിന്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്ന് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പോലീസ് പരാതിയിൽ നടപടിയെടുക്കാതെ അവൾക്ക് പ്രണയബന്ധമുണ്ടോ അതോ അവളെ വിവാഹം കഴിക്കാൻ നിങ്ങൾ നിർബന്ധിച്ചോ എന്ന് അവരോട് മോശമായ രീതിയിൽ ചോദിച്ചു. നിങ്ങളുടെ ടോർച്ചർ ശല്യം ആയതുകൊണ്ട് തന്നെ അവൾ ഇഷ്ടപ്പെടാതെ ആരുടെങ്കിലും കൂടെ പോയിട്ടുണ്ടാകുമെന്ന് കളിയാക്കിക്കൊണ്ട് പറയുകയാണ് പോലീസ്. ഇതേപോലെ പോലീസ് അവരോട് തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരുന്നു. അതിന് അവർ പറഞ്ഞു, അങ്ങനെയല്ല സാർ, അനുഹയ്ക്ക് മറ്റെന്തെങ്കിലും സംഭവിച്ചു കാണും, ദയവായി ഒന്ന് വേഗത്തിൽ ഒന്ന് അന്വേഷിക്കുകയെന്ന് അവർ പോലീസിനോട് അപേക്ഷിച്ചു. എന്നാൽ 2 ദിവസത്തിന് ശേഷം പോലീസിന് ഈ അന്വേഷണത്തിൽ താല്പര്യമില്ല എന്ന് അവർക്ക് മനസ്സിലായി. ഇതറിഞ്ഞ അനുഹയുടെ കമ്പനിയും ഹോസ്റ്റൽ മാനേജ്മെന്റും ഈ കാര്യം ഉയർന്ന ഉദ്യോഗസ്ഥരെ അറിയിച്ചു. അങ്ങനെ ഈ വിഷയം കുറച്ച് സെൻസേഷണൽ ആയതോടെ പോലീസ് ഈ ഒരു കേസ് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ പോലീസ് റെയിൽവേ സ്റ്റേഷനിലെത്തി സ്റ്റേഷനിലെ ഓട്ടോ ടാക്സി ഡ്രൈവർമാരോട് അനുഹയുടെ ഫോട്ടോ കാണിച്ച് അനുഹ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ആരാണ് അവളെ പിക്ക് ചെയ്തതെന്ന് ചോദിച്ചു. എന്നാൽ അവൾ അവിടെ എത്തിയപ്പോൾ അവളെ ആരും പിക്ക് ചെയ്തില്ല എന്നാണ് അവിടെ ഉള്ളവർ പറഞ്ഞത്. എല്ലാ ഡ്രൈവർമാരും അവളെ കണ്ടില്ലെന്ന് പറഞ്ഞു. അതിൽ 4 ഓട്ടോ ഡ്രൈവർമാരെ പോലീസിന് സംശയമായിട്ട് റൈറ്റ് ക്രോസ് പരിശോധിച്ചു, അവർ എങ്ങോട്ടേക്കാണ് പോയതെന്ന്. പക്ഷെ പോലീസ് അവരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് സത്യമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. അതിനുശേഷം അവർ റെയിൽവേ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെയും ശുചീകരണ തൊഴിലാളികളോടും അന്വേഷിച്ചു. റെയിൽവേ സ്റ്റേഷൻ മുതൽ അന്തേരി വെസ്റ്റ് വരെയുള്ള പൊതുജനങ്ങളോടും അവിടെ പത്രം ഇടുന്നവരോടും പാൽ സപ്ലൈ ചെയ്യുന്നവരോടും എന്നിങ്ങനെ ആയിരക്കണക്കിന് ആളുകളോടും അന്വേഷിച്ചു. പക്ഷെ അതിൽ നിന്ന് പോലും ഒരു ലീഡും പോലീസിന് ലഭിച്ചില്ല. അതേസമയം അന്വേഷണം നടക്കുമ്പോൾ മറുവശത്തെ പോലീസ് റെയിൽവേ സ്റ്റേഷനിലെ 20-ലധികം CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ്. പരിശോധിക്കുമ്പോൾ അവർക്ക് ഒരു പ്രധാനപ്പെട്ട ഫുട്ടേജ് ലഭിച്ചു. ആ ഫുട്ടേജിൽ അനുഹിയ പാന്റും ഷർട്ടും ധരിച്ച ഒരാളുമായി നടക്കുന്നതും അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളും കണ്ടെത്തി. അനുഹിയ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ 1 മണിക്കൂർ മുമ്പ് റെയിൽവേ സ്റ്റേഷന്റെ പ്രവേശന കവാടത്തിൽ അയാളുണ്ടായിരുന്നു. ബൈക്കിനടുത്ത് വെച്ച് മദ്യപിക്കുകയും അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളോട് എന്തോ ചോദിക്കുന്നത് പോലീസിന് ശ്രദ്ധയിൽപ്പെടുകയാണ്. അങ്ങനെ CCTVയിൽ ഈ ദൃശ്യങ്ങൾ കണ്ട പോലീസ് ആ സ്റ്റാഫുകളോട് പോയിട്ട് അവൻ എന്താണ് ചോദിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ തുടർച്ചയായിട്ട് ആ ട്രെയിൻ വൈകുമോ, ആ ട്രെയിൻ എപ്പോഴാണ് വരിക എന്ന് പറഞ്ഞത് ഓർത്തെടുത്തുകൊണ്ട് ആ സ്റ്റാഫുകൾ പോലീസിനോട് പറയുകയാണ്. അതിനാൽ പോലീസ് വിവിധ ഇടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ അവർ 2 പേരും ബൈക്കിൽ പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുകയാണ്. ഈ CCTV കണ്ട പോലീസ് ആ പേരൻസിന്റെ അടുത്ത് പറയുകയാണ്, ഞങ്ങൾ പറഞ്ഞതല്ലേ നിങ്ങളടുത്ത് നിങ്ങളുടെ മകൾ ആരുടെ കൂടെ പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്ന് ആ പോലീസുകാർ ആ ഒരു പേരൻസിന്റെ അടുത്ത് പറയുകയാണ്. അങ്ങനെ ഒന്നുമല്ല സാറേ, അവളെ എങ്ങനെയാലും ഒന്ന് കണ്ടുപിടിച്ച് തായോ എന്ന് പറഞ്ഞ് പോലീസിനോട് പിന്നെയും അപേക്ഷിക്കുകയാണ് ആ പേരൻസ്. അങ്ങനെ കുറെ നേരം CCTV ചെക്ക് ചെയ്ത് പോയ പോലീസിന് ഒരു ഘട്ടം കഴിഞ്ഞത് ബൈക്ക് എവിടേക്കാണ് പോയതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇത് കാരണം അനുഹിയുടെ മാതാപിതാക്കളും ബന്ധുക്കളും സങ്കടത്തിലാവുകയാണ്. പക്ഷെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ജനുവരി 17-ന് പൊതുജനങ്ങളിൽ നിന്ന് പോലീസിന് ഫോൺ കോളുകൾ വരികയാണ്. അതിലവർ പറഞ്ഞത് കഞ്ചൂർ മാർഗിലെ ഒരു ഹൈവേക്ക് സമീപം കത്തി ജീർണിച്ച നിലയിലുള്ള ഒരു ഡെഡ് ബോഡി കണ്ടെന്നാണ് പോലീസിനോട് അവിടെ ഫോൺ ചെയ്ത ആളുകൾ പറഞ്ഞത്. അതിനാൽ പോലീസ് ഉടൻ തന്നെ അനുഹിയുടെ മാതാപിതാക്കളുമായിട്ട് സംഭവ സ്ഥലത്തെത്തി. ഉണങ്ങിക്കിടക്കുന്ന കുറ്റിക്കാടുകൾക്കിടയിൽ ഒരു കത്തി ജീർണിച്ച നിലയിലുള്ള ഒരു ഡെഡ് ബോഡി അവരും കണ്ടെത്തുകയാണ്. അങ്ങനെ ദുർഗന്ധം സഹിക്കാനാകാതെ എല്ലാവരും ഒരു തുണി ഉപയോഗിച്ചിട്ട് മുഖം മറയ്ക്കുകയാണ്. എന്നിട്ട് ആ ബോഡിയുടെ അടുത്തേക്ക് പോയി നോക്കുകയാണ്. ആ ബോഡി കണ്ട എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. കാരണം അവിടെ ഒരു സ്ത്രീയുടെ ബോഡി ശരീരത്തിൽ ഒറ്റ തുണി പോലും ഇല്ലാതെ കത്തി ജീർണിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. കൂടാതെ ആ ദ്രവിച്ച ബോഡിയിൽ ഒരുപാട് മുറിവുകളും ഉണ്ടായിരുന്നു. മുഖം മൊത്തം പൊള്ളിയിരിക്കുന്നു. ഇത് കണ്ട അനുഹയുടെ മാതാപിതാക്കൾ അവിടെ കരയാൻ തുടങ്ങി. കാരണം ആ ബോഡി കണ്ടപ്പോൾ അത് അനുഹയുടെ ബോഡിയാണെന്ന് അവർ കണ്ടെത്തി. ഇത് അനുഹയുടെ ബോഡിയാണോ എന്നറിയാൻ വേണ്ടി DNA ടെസ്റ്റ് വരെ പോലീസ് നടത്തി. അതിൽ ഇത് അനുഹയുടെ ബോഡി തന്നെയാണെന്ന് പോലീസും സ്ഥിരീകരിച്ചു. അവളെ റേപ്പ് ചെയ്ത് പീഡിപ്പിക്കുകയും കഴുത്തും ധരിച്ചതുമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഈ ഒരു ക്രൈം മൊത്തം മീഡിയയിലും വൈറലായതോടെ വനിതാ സംഘടനകൾ, അനുഹയുടെ ഹോസ്റ്റൽ സഹപ്രവർത്തകർ, പൊതുജനങ്ങൾ ഇതേപോലെ എല്ലാവരും ഉടൻ തന്നെ കില്ലറിനെ കണ്ടെത്താൻ പ്രതിഷേധിക്കാൻ തുടങ്ങി. പ്രശ്നം വലുതായതിനാൽ മഹാരാഷ്ട്ര ഹോം മിനിസ്റ്റർ അനുഹയുടെ മാതാപിതാക്കളെ കണ്ട് അവൾക്ക് നീതി ലഭിക്കുമെന്നും അവരെ ആശ്വസിപ്പിച്ചു. ഇപ്പോൾ ഈ പ്രശ്നം വലിയ തോതിൽ പോലീസ് ഗൗരവമായി അന്വേഷിക്കാൻ തുടങ്ങി. മുംബൈയിലെ മഹാരാഷ്ട്രയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും CCTV ദൃശ്യങ്ങൾ അയച്ചു. എല്ലാ പോലീസ് ടീമുകളും ഇയാളെ കണ്ടെത്താനുള്ള തിരച്ചിലായിരുന്നു. മഹാരാഷ്ട്രയിലെ എല്ലാ സ്ഥലങ്ങളിലും അവന്റെ ഫോട്ടോ പോസ്റ്ററുകൾ മൂലം ഒട്ടിച്ചു വെച്ചു. ഇപ്പോൾ പോലീസിനും അനുഹയുടെ മാതാപിതാക്കൾക്കും ഈ വീഡിയോ കാണുന്നവർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും, അനുഹിയ എന്തിനാണ് ഈ ക്രിമിനലിന്റെ കൂടെ പോയതെന്ന്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇത് സ്ത്രീകൾ മസ്റ്റായിട്ടും കാണേണ്ട വീഡിയോ ആണ് എന്ന് പറഞ്ഞത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ്.
അത് എന്താണെന്ന് നിങ്ങൾക്ക് കുറച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. മൊത്തം മഹാരാഷ്ട്രയിലും അവന്റെ ഫോട്ടോ സഹിതം ഉള്ളത് കൊണ്ട് തന്നെ നാസിക്കിലെ ഒരു ലോഡ്ജിൽ അവന് ഉണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ പോലീസിന് ലഭിക്കുകയാണ്. പോലീസ് ഉടൻ തന്നെ അവിടെ പോയിട്ട് അവനെ കയ്യോടെ ആ ലോഡ്ജിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയാണ്. പക്ഷെ തനിക്ക് ഒന്നും അറിയില്ല എന്ന് അവൻ പോലീസിനോട് പറയുകയാണ്. എന്നാൽ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് CCTV ദൃശ്യങ്ങൾ കാണിച്ച് ഇനി നിനക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല, എന്താണ് നടന്നതെന്ന് തുറന്നു പറഞ്ഞോ എന്ന് പോലീസുകാരുടെ ഭാഷയിൽ ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. ഇവൻ പറഞ്ഞത് ചെറിയ ചെറിയ മോഷണങ്ങൾ ചെയ്ത എനിക്ക് വലിയ തോതിൽ, അതായത് ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയിട്ട് പണം തട്ടാമെന്നുള്ള ചിന്താഗതി വരികയാണ്. അതിനുവേണ്ടി ഞാൻ സെലക്ട് ചെയ്ത സമയവും സ്ഥലവുമാണ് ജനുവരി 5 ലോകമാന്യ റെയിൽവേ സ്റ്റേഷൻ. പുലർച്ചെ 4 മണിയോടെ അയാൾ ലോകമാന്യ റെയിൽവേ സ്റ്റേഷനിലെത്തി മദ്യപിക്കാൻ ആരംഭിച്ചു. എന്നിട്ട് മണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചൂയിങ് ഗമ്മും മൗത്ത് ഫ്രഷ്നറും യൂസ് ചെയ്തു. ബോഡി സ്പ്രേ എടുത്ത് അവന്റെ ശരീരത്തിൽ സ്പ്രേ ചെയ്തിട്ട് ആ ഒരു റെയിൽവേ സ്റ്റേഷന്റെ അകത്തേക്ക് പോവുകയാണ്. പിന്നെ പ്ലാറ്റ്ഫോമിൽ അടുത്ത ട്രെയിന് വേണ്ടി കാത്തു നിൽക്കുമ്പോഴാണ് പുലർച്ചെ 4:45 പ്ലാറ്റ്ഫോമിലേക്ക് വന്ന ട്രെയിനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആൾക്കൂട്ടം ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അവൻ ആൾക്കൂട്ടത്തിൽ നിന്ന് അനൂഹ്യയെ ലക്ഷ്യമിടാൻ തുടങ്ങി. പതിവ് പോലെ ഓട്ടോക്കാരും ടാക്സിക്കാരും ആൾക്കൂട്ടത്തെ നോക്കി വിളിക്കാൻ തുടങ്ങി. ആളുകൾ അവളുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇവൻ അനൂഹ്യയുടെ അടുത്തേക്ക് ചെന്നു. അവൾക്ക് ടാക്സി വേണോ എന്ന് ചോദിക്കാൻ തുടങ്ങി. ഇത് അവൾക്ക് ശീലമായതിനാൽ അവളുടെ റോളർ ബാഗ് അയാൾക്ക് നൽകിയിട്ട് അയാളുടെ കൂടെ ഇവൾ പോവുകയാണ്. എന്നാൽ ഇവർ രണ്ടുപേരും സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അനൂഹ്യയുടെ പെട്ടി കൊണ്ടുപോയിട്ട് ഒരു ബൈക്കിന്റെ പുറത്ത് കൊണ്ടുപോയിട്ട് വെക്കുകയാണ്. ഇത് കണ്ട് അനൂഹ്യ ചോദിക്കുന്നുണ്ട് എവിടെ ടാക്സി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ഒരു സഹതാപ മൊഴിയിൽ അനൂഹ്യയോട് പറയുകയാണ്, മാഡം എനിക്ക് ടാക്സി ഇല്ല, എനിക്ക് ടാക്സി വാങ്ങാൻ പൈസ ഇല്ല, എനിക്കുള്ളത് ഈ ഒരു ബൈക്കാണ്, ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള ആളാണ്, അതിനാൽ ഈ കുടിശ്ശികയുള്ള ബൈക്ക് ഉപയോഗിച്ചിട്ട് ഞാൻ സമ്പാദിക്കുന്നു, മാഡത്തിന് നിസ്സാര തുകയ്ക്ക് മാഡം പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഞാൻ ഇറക്കാം എന്നൊക്കെ അവൻ അനൂഹ്യയോട് അപേക്ഷിക്കുകയാണ്. പക്ഷെ അവന്റെ പറച്ചിൽ കേട്ട് അനൂഹ്യ കുറച്ചുനേരം ചിന്തിച്ചു നിൽക്കുന്നത് അവൻ ശ്രദ്ധിക്കുകയാണ്. അതിനാൽ അവൻ അവന്റെ ഫോൺ നമ്പറും ബൈക്ക് നമ്പറും അനൂഹ്യയ്ക്ക് നൽകാമെന്നും അവൻ പറഞ്ഞു. ഇതിലും അനൂഹ്യ മടിച്ചതിനാൽ അവൻ അവളെ സുരക്ഷിതമായി ഇറക്കിത്തരാമെന്നും പറഞ്ഞു. അടുത്ത പ്രാവശ്യം മാഡം വരുമ്പോൾ എന്നെ തന്നെയാണ് വിളിക്കുക എന്ന് പറഞ്ഞ് അനൂഹ്യയുടെ മനസ്സ് അവൻ മാറ്റി. അവന്റെ സഹതാപം കണ്ട് കരുണ തോന്നിയ അനൂഹ്യ അന്തേരി വെസ്റ്റിലേക്ക് പോകണം, എത്രയാകുമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു 300 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഇത് അനൂഹ്യയ്ക്ക് ഓക്കെ ആയതിനാൽ അനൂഹ്യ അവന്റെ കൂടെ ബൈക്കിൽ പോവുകയാണ്. പക്ഷെ അവർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ചു ദൂരം പോയപ്പോൾ ഇവർ വേറെ വഴിയിലൂടെയാണ് പോകുന്നതെന്ന് അനൂഹ്യ ശ്രദ്ധിച്ചു. എന്തിനാ ഇങ്ങനെ പോകുന്നതുമെന്നും അനൂഹ്യ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത് ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് മാഡം പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ സാധിക്കും, അതുകൊണ്ടാണ് ഞാൻ ഈ വഴിയിലൂടെ പോകുന്നതെന്ന് അവൻ അനൂഹ്യയോട് പറയുകയാണ്. ഇത് കേട്ട് അനൂഹ്യയും അവനെ ചോദ്യം ചെയ്യാതെ മിണ്ടാതെ അവന്റെ കൂടെ പിന്നെയും പോവുകയാണ്. ഇപ്പോൾ ആ സമയം മുതലെടുത്ത് അയാൾ ഒരു സ്ഥലം തപ്പിക്കൊണ്ട് അയാളുടെ പ്ലാൻ നടപ്പിലാക്കാൻ ഒരു സ്ഥലം തപ്പിക്കൊണ്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് 10 കിലോമീറ്റർ അകലെ ഒരു കുറ്റിക്കാട് അയാളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. മാത്രമല്ല അവൻ അവിടെ ബൈക്ക് നിർത്തിയിട്ട് ബൈക്ക് കംപ്ലൈന്റ് ആയതുപോലെ ആക്ടിങ്ങും തുടങ്ങി. ഇത് കണ്ട് അനൂഹ്യ ഭയപ്പെടാൻ തുടങ്ങി. എന്താണ് ബൈക്കിന് പറ്റിയതെന്ന് അനൂഹ്യ ഭയത്തോടെ ചോദിക്കാനും തുടങ്ങി. അതിന് അവൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ കിക്കർ ചവിട്ടുന്നത് പോലെ അഭിനയിക്കാനും തുടങ്ങി. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല മാഡം, ഒന്ന് ഇറങ്ങിക്കേ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ പിന്നെയും ബൈക്ക് പരിശോധിക്കുകയാണ്. ഇപ്പോൾ അനൂഹ്യ ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൻ എന്താണ് ചെയ്യുന്നതെന്ന് സൂക്ഷിച്ചു നോക്കുകയാണ്. സൂര്യൻ ഉദിക്കുന്ന ഒരു അരണ്ട വെളിച്ചത്തിലുള്ള സ്ഥലം അവൾ ചുറ്റും നോക്കാൻ തുടങ്ങി. അതിലൂടെ കുറച്ച് വാഹനങ്ങൾ കടന്നു പോകുന്നതും അവൾ ശ്രദ്ധിച്ചു. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് അവൾ വീണ്ടും ചോദിച്ചു. അതിനവൻ 5 മിനിറ്റുള്ളിൽ ശരിയാക്കാമെന്നും വീണ്ടും മറുപടി പറയുകയാണ്. അവൾ ഭയത്തോടെ ചുറ്റും നോക്കാൻ തുടങ്ങി. ബൈക്ക് പരിശോധിക്കുന്നത് പോലെ പരിശോധിച്ചിരുന്ന അവൻ അനൂഹ്യയെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ റോഡിൽ വാഹനങ്ങൾ ഇല്ല എന്നറിഞ്ഞ് കൺഫേം ചെയ്ത അവൻ അനൂഹ്യയെ കയ്യിൽ താങ്ങി അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് ഓടുകയാണ്. അതിനുശേഷം അയാൾ അവളെ താഴെയിട്ട് അവൾ തിരിച്ചടിക്കും മുമ്പ് അവളെ മുഖത്ത് ബലമായിട്ട് അടിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ അനൂഹ്യ ഭയന്ന് അവനെ താഴേക്ക് തള്ളിയിട്ടിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ ഒരു വെറിനായുടെ പോലെ ആക്രോശത്തോടെ അവൻ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കല്ലുകൾ എടുത്തിട്ട് അനൂഹ്യയെ തുടർച്ചയായി അടിക്കാൻ തുടങ്ങി. അങ്ങനെ അവൾക്ക് ഒട്ടും ബോധമില്ലാതെയായി. ബൈക്കിൽ വരുമ്പോൾ ഇവൻ പുതിയൊരു പ്ലാൻ ഇട്ടിരുന്നു, അതായത് ഇവളെ റേപ്പ് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് ജീവന് വേണ്ടി മല്ലിടുന്ന സമയത്ത് ഇവൻ അവളെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം അവളുടെ ഷാൾ എടുത്തിട്ട് അവളുടെ കഴുത്ത് ഞെരിക്കാൻ തുടങ്ങി. ഇപ്പോൾ പാതി ബോധത്തിലായിരുന്ന അനൂഹ്യ ശ്വസിക്കാൻ കഴിയാതെ ബോധമില്ലാതെയായിരിക്കുന്നു. ഒടുവിൽ അവൻ അവളുടെ ഫോണ്, പേഴ്സ്, ലാപ്ടോപ്പ്, ആഭരണങ്ങൾ, ട്രാവൽ ബാഗ് എല്ലാം എടുത്തിട്ട് അവിടെ നിന്ന് ബൈക്കിൽ രക്ഷപ്പെട്ടു പോവുകയാണ്. ഇതോടെ അവൻ കുറ്റസമ്മതമൊഴി അവസാനിപ്പിച്ചു. കുറ്റസമ്മതമൊഴിക്ക് ശേഷം പോലീസ് ഇയാളെ കോടതിയിൽ ഹാജരാക്കി. അയാൾക്കെതിരായിട്ടുള്ള എല്ലാ തെളിവുകളും സമർപ്പിച്ചു. ഒടുവിൽ മഹിളാ കോടതി ഇത് അംഗീകരിച്ചു. 2015 കില്ലറിന് മരണശിക്ഷ കോടതി വിധിച്ചു. 2018 മുംബൈ ഹൈക്കോടതി ഇത് സ്ഥിരീകരിച്ചു. ഈ വിധി അനൂഹ്യയുടെ പാരന്റ്സിന്റെ നഷ്ടത്തിന് ഒരു ആശ്വാസമാണ്.
ഈ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നാൽ അപരിചിതർ അപകടമാണ്. അവനൊരു ടാക്സി ഡ്രൈവർ അല്ലെന്നറിഞ്ഞപ്പോൾ അവൾക്ക് അവനെ അവഗണിക്കാമായിരുന്നു. പക്ഷേ ഒരു അപരിചിതനെ വിശ്വസിച്ച് അത് ചെയ്യാതെ അവൾ അവനോടൊപ്പം പോയി അവളുടെ ജീവൻ തന്നെ നഷ്ടമായി. നാളെ നിങ്ങൾക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയും അത് വേണ്ട എന്ന്. എങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയുന്നതിൽ ഉറച്ചു നിൽക്കുക, അത് വേണ്ട എന്ന്. എവിടേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ തന്നെ നോക്കുക. രാത്രികാലങ്ങളിലുള്ള തനിച്ചുള്ള യാത്ര പരമാവധി ഒഴിവാക്കുക. ഈ വീഡിയോ കുറിച്ചുള്ള എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. അപ്പോൾ ഇതേപോലുള്ള ഇൻവെസ്റ്റിഗേഷൻ വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.